ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചിരിക്കുന്ന ഒരു കോടതിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ലോക കോടതി. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമായും 6 സംവിധാനങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഈ ലോക കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡ്സിലെ ഹേഗിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ മറ്റെല്ലാ സംവിധാനങ്ങളും അമേരിക്കയിലാണ് ആസ്ഥാനമാക്കിയിരിക്കുന്നത്. UN ജനറൽ അസംബ്ലിയും സുരക്ഷാ കൗൺസിലും ചേർന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 15 സമുന്നതരായ ജഡ്ജിമാരുടെ ഒരു പാനലാണ് ഈ ലോക കോടതിയിലുള്ളത്. ഒരു രാജ്യത്തു നിന്ന് ഒന്നിലധികം ജഡ്ജിമാരെ ഒരേ സമയം തിരഞ്ഞെടുക്കാറില്ല. ഇവരുടെ കാലാവധി 9 വർഷമാണ്. 1947 മെയ് 22-ാം തീയതി ആദ്യത്തെ കേസ് കൈകാര്യം ചെയ്തതു മുതൽ ഇന്നുവരെ ഈ ലോക കോടതി 197 കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക കോടതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത്, അധ്യക്ഷയായിരിക്കുന്നത് ഒരു വനിതയാണ്. മാത്രവുമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് ജാപ്പനീസ് സ്വദേശിയായ മറ്റൊരു ജഡ്ജാണ്. എന്നാൽ മിക്കപ്പോഴും ഈ ലോക കോടതിയിലെ സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ വനിതാ ജഡ്ജിൻ്റെ അധ്യക്ഷതയിലാണ്. ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന രാജ്യത്തു നിന്നുള്ള ജൂലിയ സെബൂട്ടിൻ്റെയാണ് ലോക കോടതിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ അടിയുറച്ച ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ട്രൈബ്യൂണലിലെ ജഡ്ജിയായും ഇവർ നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ജഡ്ജി സെബൂട്ടിൻ്റെ അംഗമായിരിക്കുന്ന പെന്തക്കോസ്ത് സഭ, അതിൻ്റെ പേര് വാട്ടോട്ടെ എന്നാണ്. മുൻപ് ഈ സഭയുടെ പേര് കമ്പാല പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നായിരുന്നു. ഒരു കനേഡിയൻ വംശജനായ പാസ്റ്റർ ആരംഭിച്ച പ്രസിദ്ധമായ ഒരു സഭയാണിത്. ഉഗാണ്ടയിലെ പ്രമുഖമായ സഭകളിലൊന്ന്. ഈ സഭയിൽ അംഗമായി വളർന്നു വന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ജഡ്ജി സെബൂട്ടിൻ്റെ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട്. ഇനി ജഡ്ജ് സെബൂട്ടിൻ്റെയായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടായതിനെക്കുറിച്ച് പറയാം. അത് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഗാസയിൽ യുദ്ധമുണ്ടായപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ സൗത്ത് ആഫ്രിക്കയുടെ നേതൃത്വത്തിൽ അതിശക്തമായ നിയമ നടപടികൾ UN ലോക കോടതിയിൽ ആരംഭിച്ചു. ആ കോടതിയിൽ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ 15 ജഡ്ജിമാരാണുള്ളത്. ആ ജഡ്ജിമാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇസ്രായേലിനെതിരെ നടപടിയെടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രം അതിനെതിരായി നിലകൊണ്ടു. ആ നിലകൊണ്ടത് ഈ ഉഗാണ്ടൻ ജഡ്ജിയായ ജൂലിയ സെബൂട്ടിൻ്റെയാണ്. അവരുടെ നിലപാടുകൾ ലോകമെങ്ങും വലിയ ചർച്ചയ്ക്ക് കാരണമായി, വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ തന്നെ എന്തുകൊണ്ടാണ് ഈ സെബൂട്ടിൻ്റ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, വ്യത്യസ്തമായൊരു നിലപാടെടുത്തത്, ലോകത്തുള്ള മറ്റെല്ലാ പ്രമുഖ ജഡ്ജിമാരും തീരുമാനിച്ച ഒരു തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എടുത്ത ഒരു നടപടിയെ എതിർക്കുവാൻ എന്താണ് ഇവർക്ക് പ്രേരണയായത് എന്ന ഒരു അന്വേഷണമുണ്ടായി. ആ അന്വേഷണങ്ങൾ ചെന്ന് നിന്നത് അവരുടെ മതവിശ്വാസത്തിലാണ്. പ്രധാനമായും അവരൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്നും അടിയുറച്ച ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നും അവരുടെ സഭ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളതും ബൈബിളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആരംഭത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ലെന്നും ഇസ്രായേലിൻ്റെ എല്ലാ നടപടികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്നും അതൊരു വംശഹത്യയായി കണക്കാക്കാൻ പാടില്ല എന്നുമുള്ള ജസ്റ്റിസ് സെബൂട്ടിൻ്റെയുടെ തീരുമാനത്തിൻ്റെ പുറകിലുള്ളത് വേദപുസ്തക ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ജീവിതവും പെന്തക്കോസ്ത് സഭയിലുള്ള തീവ്രമായ വിശ്വാസവുമാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു അത് സംബന്ധിച്ച് പഠനം നടത്തിയവരുടെ കണ്ടെത്തൽ. ഏതായിരുന്നാലും ഇപ്പോഴും അവർ ലോക കോടതിയുടെ വൈസ് പ്രസിഡൻ്റായി തുടരുന്നു. മാത്രവുമല്ല, അവരുടെ കാലാവധി 2030 വരെയാണ്. അവരിൽ നിന്ന് തുടർന്നും ബൈബിൾ അധിഷ്ഠിതമായ വിശ്വാസ കേന്ദ്രീകൃതമായ നീതിയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കും. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.